അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു തരാൻ ഉദ്ദേശിച്ചാൽ എത്ര വർഷം കഴിഞ്ഞായാലും എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അത് നിങ്ങളിൽ എത്തിയിരിക്കും. ആ ഒരു വിശ്വാസം നമ്മളിൽ ഉറപ്പിക്കുന്ന എത്രയോ പോസിറ്റീവ് റിസൾട്ടുകൾ ഇതിനോടകം നമ്മൾ ഈ ചാനലിലെ വീഡിയോകൾക്ക് താഴെ വരുന്ന കമൻറ്റുകളിൽ വായിച്ചു കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക്, പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞ് ഗർഭധാരണം വൈകി എന്ന് തോന്നുന്നവർക്ക് ഏറെ പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്ന കാര്യമാണ്. 19 വർഷത്തിന് ശേഷം ഗർഭിണിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരിയുടെ കമൻറ്റ് കഴിഞ്ഞ ദിവസം കണ്ടു. അത് നിങ്ങളോട് പറയാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഇന്ന് വാട്സപ്പിൽ മറ്റൊരു സഹോദരിയുടെ മെസ്സേജ്. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ എങ്കിലും IVF ചെയ്താൽ പോലും പ്രതീക്ഷ കുറവാണ് എന്ന് ഡോക്ടർമാർ തന്നെ അവരോട് പറഞ്ഞ ഇടത്ത് നിന്നാണ് അവർ നമ്മുടെ ചാനൽ കാണുന്നതും ഫോളോ ചെയ്യുന്നതും. ഇന്ന് രാവിലെ ഫോൺ തുറന്നപ്പോൾ ആദ്യം കണ്ട മെസ്സേജ് അവർ ഗർഭിണിയായി എന്നുള്ളതായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു അവർക്കും 19 വർഷത്തിന് ശേഷം ഗർഭിണിയായി എന്ന് പറഞ്ഞ ഈ സഹോദരിക്കും പുറമെ ഇവിടെ പോസിറ്റീവായി എന്ന് സന്തോഷം പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര മക്കളുടെ ബർക്കത്ത് കൊണ്ട് അത് നിലനിർത്തി കൊടുക്കട്ടെ. അവിടുത്തെ പുന്നാര മകൾ സയ്യിദത്തുന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഗർഭകാലവും സുഖപ്രസവവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ. സാന്ദർഭികമായി ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്ത് ഗർഭിണിയായി എന്ന് പറഞ്ഞ പലരും ഇപ്പോൾ പ്രസവം കഴിഞ്ഞ സന്തോഷമൊക്കെ അറിയിക്കുന്നുണ്ട്. അതൊക്കെ അറിയിക്കണം. വലിയ സന്തോഷമുള്ള കാര്യമാണത്. നിങ്ങൾ ഗർഭിണിയായി പ്രസവമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തിലായി കഴിയുമ്പോഴും നിങ്ങൾ നമ്മുടെ ചാനൽ മറക്കരുത്. ഇവിടെ കുട്ടികളില്ലാതെ വിഷമം പറയുന്നവരെയും മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്താനും നിങ്ങൾ മറന്നു പോകരുത്. ഗർഭിണിയാവാതെ കഴിഞ്ഞ ആ സമയങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച മാനസിക വിഷമങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയുമല്ലോ. അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന 100 കണക്കിന് പേർ ഇവിടെയുണ്ട്. നിങ്ങളെ മനസ്സറിഞ്ഞ ഒരു പ്രാർത്ഥന മതി അവർക്കൊക്കെ. അള്ളാഹു മക്കളെ തരുന്നതും സമ്പത്ത് തരുന്നതും ദാരിദ്ര്യം തരുന്നതും വിഷമങ്ങൾ തരുന്നതും രോഗങ്ങൾ തരുന്നതും എല്ലാം ഒരു പരീക്ഷണം കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. മക്കളെ തന്ന് അള്ളാഹു നമ്മെ പരീക്ഷിക്കുമ്പോൾ നമ്മെപ്പോലെ വിഷമിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതിലൂടെ അള്ളാഹുവോട് നാം നന്ദിയുള്ളവരായി മാറുകയാണ് ചെയ്യുന്നത്. ചാനലിൽ പറയുന്ന ടിപ്സ് ഫോളോ ചെയ്ത് ഗർഭിണിയായാലും ഡോക്ടറുടെ ചികിത്സ കൊണ്ട് ഗർഭിണിയായാലും അതൊക്കെ ഒരു കാരണം മാത്രമാണെന്നും തരുന്നത് ഖാലിക്കായ റബ്ബാണ് എന്ന് നമ്മൾ സ്വയം അംഗീകരിച്ച് വിശ്വസിച്ച് അള്ളാഹുവിന് കീഴ്പ്പെടുകയാണ് ഇതിലൂടെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ പടച്ചവനോട് കൂടുതൽ നന്ദിയുള്ളവരാകുമ്പോൾ അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ പിന്നെയും പിന്നെയും നമുക്ക് നൽകും. ഇവിടെ വിഷമം പറയുന്ന എല്ലാ സഹോദരിമാർക്കും അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ഗർഭിണിയായവരും പ്രസവം കഴിഞ്ഞവരും ഈ ചാനൽ കാണുന്ന ഉമ്മമാരുമൊക്കെ നന്നായി ദുആ ചെയ്യണം. അതാണ് ഈ ചാനലിൻ്റെ ബലം. ഒരു പെൺകുട്ടിയുടെ എങ്കിലും കണ്ണീരിനും സങ്കടത്തിനും പരിഹാരമാവാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ അതല്ലേ ഹൈറ്. ആമുഖം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 19 വർഷത്തിന് ശേഷം ഗർഭിണിയായി എന്ന് പറഞ്ഞ ആ സഹോദരിയുടെ കമൻറ്റ് വായിക്കാം. ഇവിടെ മക്കളില്ലാതെ സങ്കടം പറയുന്ന എല്ലാവർക്കും എത്രയും നേരത്തെ തന്നെ ഗർഭിണിയാകാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സബിത സലാം എന്ന സഹോദരിയുടെ കമൻറ്റ് വായിക്കാം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി അൽഫമറ. അങ്ങനെ ഞാനും 19 വർഷത്തിന് ശേഷം പ്രഗ്നൻ്റായി 4 മാസമായി ഇക്കയുടെ ചാനൽ ഫോളോ ചെയ്യുന്നു. ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഹസ്ബൻഡിന് കൗണ്ട് കുറവായിരുന്നു. ഉള്ള ബീജങ്ങൾക്ക് ചലനശേഷി 0 ആയിരുന്നു. വെരിക്കോസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. എനിക്ക് ലാപ്രോസ്കോപ്പി കഴിഞ്ഞു. എനിക്ക് ലോ AMH ആയിരുന്നു. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് നിറ കണ്ണുകളോടെയായിരുന്നു. അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, ഇക്കയുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സും ചെയ്യണമെന്ന്. നെച്ചിക്കാട് ബെയ്ത്ത്, കുൽഹുവല്ലാഹ് ഓതിയുള്ള നിസ്കാരം, നെച്ചിക്കാട് പാപ്പൻ്റെയും കുണ്ടൂർ ഉസ്താദിൻ്റെയും പേരിൽ യാസീൻ, മറിയം സൂറത്തോതി വെള്ളം മന്ത്രിച്ചു കുടിച്ചിരുന്നു. ചുവന്ന ചരട് മന്ത്രിച്ച് കെട്ടിയിരുന്നു. കാലിൽ സോക്സ് ധരിച്ചാണ് ഉറങ്ങിയിരുന്നത്. ലെഗപ്പ് വാൾ പൊസിഷൻ രാവിലെയും വൈകിട്ടും 10 മിനിറ്റ് കിടന്നിരുന്നു. അരമണിക്കൂർ രാവിലെ നടന്നിരുന്നു. ചെറുപയർ മുളപ്പിച്ചത്, അനാറ്, ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർത്തത്, ശതാവരി പാലിൽ തിളപ്പിച്ചത്, അവോക്കാഡോ, തക്കാളി സൂപ്പ്, ബീൻസ്, മുരിങ്ങക്കായ, നേന്ത്രപ്പഴം, പശുവിൻ നെയ്യ്, ഈത്തപ്പഴം,
ബദാം വെള്ളത്തിൽ കുതിർത്തത്, നെല്ലിക്ക, 1,00,000 ഇസ്തിഗ്ഫാർ, പിന്നെ ഇക്ക പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ ദുആകളും 4 മാസം ചെയ്തു. ഡോക്ടറുടെ മരുന്നുകളുടെ കൂടെ മാഷാ അല്ലാഹ് അത്ഭുതം എന്ന് പറയട്ടെ 3 മാസം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ കൗണ്ടും ചലനശേഷിയും കൂടിയിരിക്കുന്നു. എനിക്ക് സ്കാൻ ചെയ്ത ഡോക്ടർ IUI ചെയ്യണമെന്ന് പറഞ്ഞു. IUI ചെയ്തു. ആ മാസം ഞാൻ പ്രഗ്നൻ്റായി. സെപ്റ്റംബർ 23-നായിരുന്നു ഡേറ്റ്. 6 ആഴ്ച കഴിഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ടെൻസ് ആണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ഇതിനിടയിൽ ബ്ലീഡിംഗ് ആയി, ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ബെഡ് റെസ്റ്റ് ആണ്. അടുത്ത മാസം സ്റ്റിച്ച് ഇടണമെന്നും ഡോക്ടർ പറഞ്ഞു. എനിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ഞാൻ എന്നെക്കാൾ കൂടുതൽ എന്നെപ്പോലെ മക്കളില്ലാതെ വിഷമം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തു. അവരുടെ കൂട്ടത്തിൽ എന്നെയും നീ ഉൾപ്പെടുത്തണമേ എന്നാണ് ഞാൻ ദുആ ചെയ്തിരുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഡോക്ടർ പറഞ്ഞിരുന്നത് IVF അല്ലാതെ ഞങ്ങൾക്ക് മക്കളുണ്ടാവില്ല, അതുതന്നെ 20% ചാൻസ് ഉള്ളൂ എന്നാണ്. ഞങ്ങൾക്ക് ഇതിനു മുന്നേ 3 പ്രാവശ്യം IUI ചെയ്തിരുന്നു. എനിക്ക് അന്നും ലാപ്രോസ്കോപ്പിയും ചെയ്തിരുന്നു. ഈ 19 വർഷവും ഞങ്ങൾ കയറിയിറങ്ങാത്ത ഹോസ്പിറ്റലില്ല, കാണിക്കാത്ത വൈദ്യന്മാരില്ല, കഴിക്കാത്ത മരുന്നുകളില്ല. എന്നിട്ടും കണ്ടിന്യൂ ആയ ഒരു മാറ്റവും ഉണ്ടായില്ല, അണ്ടവളർച്ചയും ഉണ്ടായില്ല. ഒരു ഡോക്ടർ പറഞ്ഞു തരുന്നതിനേക്കാൾ ഇക്ക ഞങ്ങൾക്ക് ഈ ചാനലിലൂടെ ആത്മവിശ്വാസം നൽകി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അതുപോലെ ഞങ്ങൾ ചെയ്തു, അതിന് ഫലം കാണുകയും ചെയ്തു. ഇക്കാക്കും ഇത്താക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇക്കാക്കും കുടുംബത്തിനും പടച്ചവൻ ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ 1100 രൂപ നിയത്താക്കിയിരുന്നു. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വരും ഇക്കാടെ വീട്ടിൽ, ഞങ്ങളെ മക്കളെയും കൊണ്ട്. ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറഞ്ഞ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു ആ സഹോദരിക്ക് നിലനിർത്തി കൊടുക്കട്ടെ. പൂർണ്ണ ആരോഗ്യമുള്ള ഇരട്ട കുട്ടികളെ നൽകി അള്ളാഹു അവരുടെ സന്തോഷം നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ. നിങ്ങളൊക്കെ നന്നായി ദുആ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പോഴും പറയാനുള്ളൂ, വിവാഹം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞവരായാലും ഗർഭിണിയായിട്ടില്ല എന്ന് കരുതി സങ്കടപ്പെട്ട് കഴിയേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട. കൃത്യമായി നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഒരു ഗർഭിണിയാവാൻ എന്തൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലാക്കുക. അതിന് നിങ്ങളെ ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ സഹായിക്കും ഇൻഷാ അല്ലാഹ്. മടിയും ഒന്നുമില്ലാതെ ടിപ്സുകൾ ഫോളോ ചെയ്യുക. ഭാര്യയും ഭർത്താവും ടെൻഷൻ ഒഴിവാക്കുക. സന്തോഷത്തോടെയുള്ള ദാമ്പത്യ ജീവിതം നയിക്കുക. തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകാതെ നോക്കുക. പിണങ്ങി തമ്മിൽ തെറ്റി 2 റൂമുകളിലായി കിടന്നുറങ്ങുന്നവർ വരെയുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവാതെ നോക്കുക. പരസ്പരം സ്നേഹവും സന്തോഷവും പങ്കിട്ടുകൊണ്ട് 2 പേരും ഒരുമിച്ച് തന്നെ ഓരോ ടിപ്സുകളും ഫോളോ ചെയ്യുക. ഒരാളുടെ പ്രശ്നം കൊണ്ടാണ് ഗർഭിണിയാവാത്തതെങ്കിലും 2 ആളും ഒരുമിച്ച് അതിനെ നേരിടുക. പരസ്പരം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, പിന്തുണ കൊടുക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായവും നിങ്ങൾക്കുണ്ടാകും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഹൈറാക്കി തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ശോഭാ